ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡോനട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഓർഡറൊന്നുമല്ല, ഞാൻ വെറുതെ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് പാല് വേണം. അപ്പോൾ ഇളം ചൂടുള്ള പാലാണ് എടുക്കേണ്ടത് കേട്ടോ. നന്നായി ചൂട് വേണ്ട, ഇളം ചൂടുള്ള പാലെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടുതൽ വെക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് അരിച്ച് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റും പാലും കൂടിയിട്ടുള്ള മിക്സും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് ആദ്യം കിട്ടുക. പക്ഷെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് അത് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇവിടെ ഇട്ടിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊട്ടി പിടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കൈമന്നത് വിട്ട് വന്നോളും. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാൻ ആ സെയിം ബൗളിൽ തന്നെ കുറച്ച് ഓയിലൊന്ന് മുകളിൽ പരട്ടിയതിന് ശേഷം ഇത് അവിടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് ഇട്ടിട്ട് കുഴച്ചിട്ട് ഇതിൻ്റെ ഈ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ ഇരിക്കണം, എന്നാലാണ് നന്നായിട്ട് ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഒരുപാട് പ്രഷർ കൊടുക്കരുത്, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇട്ടിട്ട് തന്നെ ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തിക്കോൽ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തുമ്പോൾ ഒരുപാട് തിന്നായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് തിക്കാവരുത് കേട്ടോ. ഒരു മീഡിയം സൈസിൽ, മീഡിയം തിക്നെസ്സിൽ ഇത് പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഡോനട്ടിൻ്റെ എത്ര സൈസ് വേണോ ആ സൈസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരു ചെറിയ നോസിലെടുത്തിട്ടാണ് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഡോനട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ നിന്ന് എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ പരത്തിയിട്ട് വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ 7 ഡോനട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 1/2 കപ്പ് അളവിൽ എനിക്ക് 7 ഡോനട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിയുന്നല്ലാതെ ഉള്ളു കുക്കായി വരില്ല. പിന്നെ ഇത് വേഗത്തിൽ തന്നെ ആയി കിട്ടും കേട്ടോ. കുറേ സമയമൊന്നും ഇടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഒരുപാട് ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം തന്നെ എല്ലാതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇനി ഇതിൽ ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡോനട്ടിൻ്റെ അതേ ഒരു പെർഫെക്ഷൻ ആവും. കണ്ടില്ലേ,
7 ഡോണറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 എണ്ണമൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിച്ചു. ബാക്കിയുള്ള 5 എണ്ണത്തിലാണ് ഞാൻ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡബിൾ ബോയിലിങ്ങിലാണ് കേട്ടോ മെൽറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡോണറ്റൊക്കെ അതിലൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് തണുത്ത് കഴിഞ്ഞിട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് പിടിച്ച് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഡോണറ്റ് ഫ്രൈ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഭാഗം മാത്രം ഞാനിപ്പോൾ ഡിപ്പ് ചെയ്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡും നമുക്ക് ചോക്ലേറ്റിൽ മുക്കിയെടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡോണറ്റ് ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.